പ്രിയമുള്ളവരെ, നോക്കൂ നിങ്ങൾ. ഞാൻ സഹോദരനോട് പറഞ്ഞു, തൗഹീദിന്റെ പേരിലാണ് നിങ്ങൾ ഇത് ചോദിക്കുന്നത് എങ്കിൽ നിങ്ങളൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച നാട്ടിലേക്ക് പോണം. ഹറമിന്റെ തൊട്ടിപ്പുറത്ത് അവിടെ ദർസ് നടക്കുന്ന പള്ളിയാണ് മസ്ജിദുൽ ഹറാം. ഇപ്പോഴും നമുക്കവിടെ പോയാൽ ദർസിൽ പോയി ഇങ്ങനെ ഇരിക്കാം. മുതഅല്ലിമീങ്ങൾ എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുതഅല്ലിമീങ്ങളുണ്ട് അവിടെ. ആലിമീങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട്, മഹാന്മാരായ ആലിമീങ്ങൾ. ആ ഹറം പള്ളിയുടെ തൊട്ടുപുറത്തൊരു പ്രത്യേകമായ ആ സഫിട്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്. അഥവാ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആധികാരികമായ പ്രമാണങ്ങൾ പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുള്ള സൗദി അറേബ്യയില് ഇപ്പറയുന്ന ജാറു ഉറൂസും അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയും ഇല്ലല്ലോ. അപ്പൊ ഓലൊക്കെ ഇതുകൊണ്ട് നരകത്തിലേക്ക് പോകാനാണോ? അങ്ങോട്ട് ചോദിച്ചപ്പോ പിന്നൊന്നും മറുപടിയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ചോദിക്കാനുള്ളത് ഏതെങ്കിലും വ്യക്തികളെയോ ആളുകളെയോ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഖുർആനിന്റെ പിൻബലം ഇതിനില്ല. പിന്നെ ചില ആളുകൾ പറയാറുള്ളത് ഞങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ കുറെ ഫലം കിട്ടാറുണ്ട് എന്നാണ്. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിട്ട് ഫലം കിട്ടാറുണ്ട്. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിട്ട് ഫലം കിട്ടുന്നത് കൊണ്ട് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാമെന്ന് ഒരു സത്യവിശ്വാസി മനസ്സിലാക്കണോ? നാം ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണത്. ഭൂമി ലോകത്ത് പടച്ചതമ്പുരാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ ആളുകൾക്കും അവന്റെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ ആർക്ക് എങ്ങനെ ലഭിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല അവന്റെ വിശ്വാസം തീരുമാനിക്കേണ്ടത്. ഗുരുവായൂരിൽ പോയിട്ട് ഒരാൾക്ക് കുട്ടിനെ ലഭിച്ചാൽ ഗുരുവായൂരപ്പൻ ശരിയെന്ന് വിശ്വസിക്കണോ? ശബരിമലയിലേക്ക് പോയിട്ട് ഒരാൾക്ക് ഗുണം ലഭിച്ചാൽ അത് ശരിയെന്ന് വിശ്വസിക്കണോ? സത്യസായി ബാബയെ പറ്റി ഒരാൾ കറാമത്ത് കഥ പറഞ്ഞാൽ, അത്ഭുതങ്ങൾ പറഞ്ഞാൽ അത് ശരിയെന്ന് വിശ്വസിക്കണോ? മാതാമൃതാനന്ദമയി അമ്മയെ പറ്റി അത്ഭുതങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയെന്ന് വിശ്വസിക്കണോ? അത്ഭുതങ്ങളല്ല ഒരു വിശ്വാസിയുടെ വിശ്വാസം തീരുമാനിക്കുന്നത്. ഒരു വിശ്വാസിയുടെ വിശ്വാസം തീരുമാനിക്കുന്നത് പ്രമാണമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനാണ് നമ്മുടെ പ്രമാണം. നാളെ പരലോകത്ത് പടച്ചതമ്പുരാന്റെ കോടതിയിൽ രക്ഷ വേണോ എങ്കിൽ ഈ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. ഒരു വിശ്വാസിക്ക് ശാന്തി ലഭിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം എല്ലാ സമയത്തും അവൻ അല്ലാഹുവിനെ ഓർക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അമ്പലങ്ങളോ ദർഗകളോ മണിമേടകളോ അല്ലെങ്കിൽ പ്രത്യേകമായ അൾത്താരകളോ അതിനാവശ്യമില്ല. മനുഷ്യ മനസ്സുകളുടെ ഹൃദയത്തിലാണ് പടച്ചതമ്പുരാന്റെ അർശുള്ളത് എന്ന് ചിന്തിക്കാം. ആ അർശിലാണ് അല്ലാഹുവിന്റെ സ്ഥാനമെന്ന് ചിന്തിക്കാൻ സത്യവിശ്വാസിയുടെ തൗഹീദിന്റെ ആഴത്തിലുള്ള പഠനം അവനെ പ്രാപ്തനാക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ശാന്തി അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യർക്ക് അവനവന്റെ ഉള്ളിലുള്ള പടച്ചതമ്പുരാനെ പറ്റിയുള്ള ചിന്തയിൽ നിന്ന് മനസ്സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ലഭ്യമാകാൻ അവന്റെ വിശ്വാസം അവനെ പ്രേരിപ്പിക്കണം. സർവോപരി നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ, കൂട്ടുകാരോ നാട്ടുകാരോ ആരുമില്ലാത്തൊരു ലോകത്തെത്തിക്കഴിഞ്ഞാൽ, ചൂട് പെരുത്ത തറമ്മല് നിൽക്കുമ്പോൾ കാവലിലേകല്ലാ മുഹീദ്ദീൻ ശൈഖിന്റെ കാവൽ കെട്ടണമെന്ന് ഇവിടുന്ന് പറഞ്ഞിരുന്നെങ്കിലും അവിടെ ആരും കൈപിടിക്കാനില്ല, കൊണ്ടുപോകാനില്ല, സഹായിക്കാനില്ല. അവനവന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച കർമ്മങ്ങൾ മാത്രമേ നാളെ പരലോകത്തുള്ളൂ. റബ്ബിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന ഒരേയൊരു വിഭാഗം റബ്ബിനെ അവലംബിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചവരാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ആദർശം കൊണ്ട് ഭൗതിക ലോകത്തും പരലോകത്തും നമുക്ക് കിട്ടുന്നത് അനശ്വരമായ ശാന്തിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏകദൈവ വിശ്വാസവും ഏകദൈവാരാധനയും മനുഷ്യർക്ക് കൊടുക്കുന്ന ഈ നേട്ടം നമ്മൾ സ്വീകരിക്കുവാൻ വിശ്വാസത്തിൽ കളങ്കമുണ്ടാകരുത്, വിശ്വാസ വൈകല്യങ്ങൾ ഉണ്ടാകരുത്, പൈശാചികമായ പ്രേരണക്ക് നമ്മൾ അടിമപ്പെട്ടു പോകരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വൈകിട്ടാണ് തുടങ്ങിയത് എങ്കിലും തൗഹീദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വിഷയം അതാണല്ലോ. ഏതായിരുന്നാലും നാം മനസ്സിലാക്കേണ്ടത്, തൗഹീദ് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ഈമാൻ കൂടും. കേട്ടതൊക്കെ തന്നെയാണ് ആവർത്തിച്ച് പറയുന്നതെങ്കിലും നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. കാരണം ഈമാനിന്റെ വർധനവ് സത്യവിശ്വാസികൾക്ക് അത്യന്താപേക്ഷിതമാണ്.
പതറിപ്പോകുന്ന രംഗങ്ങളെത്തുമ്പോ അള്ളാഹു മതി എന്ന് തീരുമാനിക്കാൻ അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മളെ പ്രേരിപ്പിക്കണം. ചരിത്രത്തിൽ എത്രയേറെ ഉദാഹരണങ്ങൾ അതിനുണ്ട്. പടച്ചവനിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ ഏത് പ്രതിസന്ധികളെയും നേരിടാൻ ആത്മീയമായ ബലം കിട്ടിയ മഹാന്മാരായ ആളുകൾ ഖുർആൻ എടുത്തു കാണിച്ച എത്രയോ ആളുകളുണ്ട്. ഖുർആൻ എടുത്തു കാണിച്ച എത്രയോ മഹാന്മാരുണ്ട്, എത്രയോ സംഭവങ്ങളുണ്ട്. ബുറൂജ് എന്ന് പറയുന്ന അധ്യായം തുടങ്ങുന്ന സൂറത്തിലെ കിടങ്ങിന്റെ ആളുകൾ എന്ന് പറയപ്പെടുന്ന ആളുകള് അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും അല്ലാഹുവിലുള്ള ഈമാൻ വ്യതിയാനം വരുത്താൻ അവർ തയ്യാറായിരുന്നില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചിരിക്കുന്ന സാഹിര്യങ്ങളായിട്ടുള്ള ആളുകള് ഫറവയുടെ ഭീഷണിക്ക് മുമ്പിൽ നിങ്ങളുടെ കൈകാലുകൾ ഛേദിച്ച് കുരിശിലേറ്റുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, മാറ്റമില്ല എന്ന് പറഞ്ഞു. നീ ഈ ലോകത്ത് മാത്രമല്ലേ ഞങ്ങളെ ശിക്ഷിക്കുകയുള്ളൂ എന്ന് ഫറഔനിനോട് മറുപടി പറഞ്ഞു എന്നാണ്. അങ്ങനെ ചരിത്രത്തിൽ ഒട്ടേറെ ഉദാഹരണങ്ങൾ ഈമാൻ കൊണ്ട് ആത്മീയ ബലം നേടിയിട്ടുള്ള ആളുകളുടെ ചരിത്രം നമുക്ക് കാണാം. ആ തലങ്ങളിലേക്ക് നമ്മളും എത്തിച്ചേരേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്കത് കിട്ടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് ഇനിയും ദീർഘിച്ച് പറഞ്ഞാൽ അത് ദഹിക്കുകയില്ല എന്നറിയാം. അതുകൊണ്ട് സത്യവിശ്വാസം കൈക്കൊണ്ടുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അത് പ്രബോധനം ചെയ്യുകയും അത് ജീവിതത്തിൽ മനഃശാന്തി ലഭിക്കുന്ന രൂപത്തിലാക്കി തീർക്കുകയും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇത്തരം സംരംഭങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനകൾ ഉണ്ടാകണം. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അല്ലാഹു നമ്മുടെ ഓരോരുത്തരുടെ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ, സ്വാലിഹായ അമലാക്കി തീർക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.